ഇന്ന് IPL ഒരു ക്ലാസിക് പോരാട്ടത്തിൻ്റെ ആവേശം ഉണ്ടായിരുന്നു. ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെ രണ്ടാം തവണയും ചെന്നൈ കീഴടക്കുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ആധിപത്യം ഉറപ്പിച്ചു. ഋതുരാജ് ഗെയ്ക്വാദും യുവതാരം കാർത്തിക് ശർമ്മയും അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങി. 8 വിക്കറ്റിൻ്റെ ആധികാരികമായ ജയമാണ് CSK സ്വന്തമാക്കിയത്. ചെന്നൈ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തെ കയറുകയും ചെയ്തു. നിതിൻ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. നിതിൻ, ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള മത്സരമായിരുന്നു. പക്ഷേ ചെന്നൈയുടെ ആധിപത്യമാണ് കണ്ടത്. ഒരു ഘട്ടത്തിലും മുംബൈ വിജയിക്കുമെന്നൊരു തോന്നൽ പോലും ഉണ്ടാക്കിയില്ല, അല്ലേ നിതിൻ? അതെ, IPL-ലെ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന ചെന്നൈ മുംബൈ പോരാട്ടമാണ് ഇന്നലെ നടന്നത്. ആധികാരികമായ ഒരു വിജയം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് നേടാനായത്. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് 159 റൺസ് സ്കോർ ബോർഡിൽ എത്തിച്ചുവെങ്കിലും അത് വേണ്ടിയൊരു റണ്ണായിട്ട് തോന്നിയിട്ടില്ല ചെന്നൈ ബാറ്റ്സ്മാൻമാർക്ക്. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസിലെ റിയാൽ റെക്കൽട്ടൺ, സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാനായ റിയാൽ റെക്കൽട്ടൺ 37, പഞ്ചാബി ബാറ്റ്സ്മാനായ നമ്മൻദീർ നേടിയ 57 എന്നുള്ള സ്കോറല്ലാതെ മുംബൈ ഇന്ത്യൻസ് ബാറ്റ്സ്മാൻമാർക്കൊന്നും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിലെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് മികവ് തന്നെയാണ്. ആദ്യമേ ഈ സീസണിൽ വളരെ മോശമായ ഒരു ബോളിംഗ് ടീം എന്ന് വിശേഷിക്കപ്പെട്ട ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ച എല്ലാ മത്സരത്തിനും അവരുടെ വിജയത്തിന് കാരണമായത് അവരുടെ ബോളിംഗ് സൈഡ് തന്നെയാണ്. പിന്നെ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് 160 റൺ ചേസിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡിൻ്റെ ബാറ്റിംഗ് മികവോടുകൂടിയാണ് അവർ ആ സ്കോർ മറികടന്നത്. 14 കോടി ടീമിലെത്തിച്ച കാർത്തിക് ശർമ്മ എന്ന യുവതാരം ഇതുവരെ IPL ഈ സീസണിൽ മിന്നും പ്രകടനമൊന്നും പുറത്തെടുക്കാൻ കഴിയാത്ത കാർത്തിക് ശർമ്മയ്ക്ക് ഈ മത്സരത്തിലും ഒരു ഹാഫ് സെഞ്ചുറി നേടി ചെന്നൈയുടെ വിജയത്തിന് വഴിയൊരുക്കാൻ സാധിച്ചു. തീർച്ചയായും അതാണ് ചെന്നൈയുടെ വിജയത്തിൽ ഒരുപാട് ഘടകങ്ങൾ നിർണായകമായിരുന്നു. നമ്മുടെ സഞ്ജു സാംസൺ തിളങ്ങാനായില്ല. സഞ്ജു പെട്ടെന്ന് ഔട്ടായി. പക്ഷേ അപ്പോഴും ഋതുരാജ് ഗെയ്ക്വാദ് അടക്കമുള്ള താരങ്ങൾ വളരെ കൃത്യമായി തന്നെ ആ സ്കോറിലേക്ക് എത്തുന്നതിൽ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മുംബൈ ആരാധകർക്ക് വീണ്ടും നിരാശ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.